ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ വീടുകളും അതുപോലെ ബിൽഡിങ്സും ഒക്കെയാണ് കാണിക്കാറുള്ളത്. ഇന്ന് നമ്മളൊരു പള്ളിയാണ്, നിസ്കാര പള്ളിയാണ് കാണിക്കാൻ പോകുന്നത്. വ്യത്യസ്തമായിട്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ള പ്രകൃതി ആർക്കിടെക്ട്സ് ആണ് ഇത്ര ഭംഗിയായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കാണുന്ന പള്ളിയുടെ ഡിസൈനേ അല്ല, ഇതൊരു മോഡേൺ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് മസ്ജിദ് എന്ന് പറയണം. ഇതിന്റെ ഓരോ ഡീറ്റെയിലും അടിപൊളിയാണ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. റെക്കോർഡ് ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. പ്രകൃതി ആർക്കിടെക്ട്സിന്റെ നസീർ സാറാണ് കൂടെ ഉള്ളത്, ഫൗണ്ടറും കൂടെയാണ്. ഇതുപോലൊരു പള്ളി ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിൽ ഇങ്ങനെ ഇല്ല എന്നാണ് തോന്നുന്നു അല്ലേ? അറിവില്ല ഇങ്ങനെ ഒരു ഡിസൈൻ പള്ളി ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് ഇതിന്റെ കമ്മിറ്റിക്ക് പോലും ഒരു ധാരണ ഉണ്ടായിണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടായില്ല. പിന്നെ ഇതിൻ്റെ കമ്മിറ്റിയിലുള്ള പല ആൾക്കാരും പിന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ നന്നായി സഞ്ചരിക്കുന്ന ആൾക്കാരാണ്, പല ബിസിനസ് ആവശ്യത്തിനും. ഓക്കെ. അപ്പോൾ അവർക്ക് അവിടെയൊക്കെ പള്ളി കാണുമ്പോൾ അവർക്ക് ഡ്രീമായിരുന്നു ഇതുപോലെ ഒരു പള്ളി നമ്മുടെ നാട്ടിലും വേണം എന്നുള്ളത്. അതെ, യാദൃശ്ചികമായിട്ടാണ് അവർ നമ്മളെ സമീപിക്കുന്നതും ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നതും. അപ്പോൾ നമ്മൾ അവരെ ആ ആഗ്രഹത്തിനനുസരിച്ച് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ചെയ്യണം ഞങ്ങളും തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ആലോചിച്ച് മാസങ്ങളെടുത്ത് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ രൂപത്തിലേക്ക് എത്തിച്ചത്. ഓക്കെ. പിന്നെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരിക എന്ന് മാത്രമല്ല, പ്ലാനിങ്ങിന് എല്ലാ സൈഡും നമ്മുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിന്റെ ഭാഗമായിട്ട്. ഈ ഒരു പള്ളി എന്ന് പറഞ്ഞാല് ചെറിയൊരു പള്ളി മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ചെറിയ പള്ളി, അതിനെ അപ്ഡേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സ്ഥലം. അപ്പൊ ഇത് കാണാൻ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്ന അവസ്ഥയിലേക്ക് മാറി ഇതിന്റെ ഡിസൈൻ. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഈ കാണുന്ന ഡിസൈൻ അലിഫിന്റെ അല്ലെ? സാധാരണ മിനാരം പോലെ അല്ല ഇതിന്റെ ഒരു ഐഡിയ. ഞങ്ങള് പിന്നെ 15 വർഷമായിട്ട് കുറെ പള്ളി ചെയ്തിട്ടുണ്ട്, പല വെറൈറ്റി പള്ളികളും ഡിഫറെന്റ് പള്ളികളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈലിലേക്ക് പ്ലാനിങ് മൊത്തം ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഫസ്റ്റിൽ തന്നെ അറബിക് ലെറ്ററിലെ അലിഫ് എന്നുള്ള ഫസ്റ്റ് ലെറ്ററാണ്. അപ്പോൾ അലിഫ് വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വരച്ചു വന്നപ്പോൾ മിനാരം വേണം, അപ്പോൾ അലിഫും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഞങ്ങൾ ആ ഉദ്ദേശിച്ച രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റിയില്ലേ? ഓക്കെ. ഇതിന് എനിക്ക് തോന്നുന്നത് ഇതിന്റെ കമ്മിറ്റിയും നല്ലൊരു സ്യൂട്ടബിൾ കമ്മിറ്റി അങ്ങ് കിട്ടിയല്ലേ? എപ്പോ നമ്മൾ സാധാരണ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും സ്ഥലമൊക്കെ വെറുതെ പോകല്ലോ എന്നുള്ള ചിന്ത, ആ ഒരു ചിന്ത വന്നില്ല. ആ ചിന്തയൊക്കെ സംസാരത്തിൽ കാണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ പറഞ്ഞ് മനസ്സിലാക്കിയവർക്ക് ഇത് നമുക്ക് പിന്നെ അബ്ലേഷൻ ഓതുകൊടുത്ത് കുറച്ച് നടക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ കാലമാണെന്നും, അതുപോലെ തന്നെ വെന്റിലേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എയർ സർക്കുലേഷനൊക്കെ ഉണ്ടെങ്കിൽ സ്മെല്ലുണ്ടാവില്ല, ഡ്രൈ ആവും പെട്ടെന്ന്. അപ്പോൾ അബ്ലേഷനൊക്കെ ഒരിക്കലും പൂ പിടിക്കില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് കാണാം അബ്ലേഷനൊക്കെ എപ്പോഴും നനഞ്ഞ് പൂ പിടിച്ച്, ആ ഒരു പ്രശ്നങ്ങളൊന്നും ഈ പള്ളിയിൽ ഉണ്ടാവില്ല. പക്ഷെ അടുത്ത ഒരു ജനറേഷനിലും കൂടി നമ്മൾ പ്ലാൻ കണ്ടിട്ടാണ് അത്തരം ഡിസൈനിലേക്ക് പോയതല്ലേ? അപ്പോൾ ഇതിൽ ഉപയോഗിച്ച മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത മെറ്റീരിയലുകളാണ്. അപ്പോൾ ഇതൊക്കെ ടെക്സ്ചറിലാണോ? ഇതിനകത്ത് എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചത്? ടെക്സ്ചർ പെയിന്റ് ആണ് പുറത്ത് ഉപയോഗിച്ചത്. അത് ഇന്റേണൽ ബോർഡാണ്, ഫൈബർ സിമെന്റ് ബോർഡിൻ്റെ രൂപത്തിലുള്ള. പിന്നെ ഗുജറാത്തിനൊരു കമ്പനി നമുക്ക് ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നതാണ്, ഫൈബർ കൂട്ടിയുള്ളൊരു ഡിസൈൻ തന്നതാണ്. ഒരു 25 years ആണ് വാറണ്ടി പറഞ്ഞത്. ഓക്കെ. ഇതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ മോഡേൺ ഡിസൈനിലൊക്കെ അറബിക് കാലിഗ്രഫി മോഡേൺ ആയിട്ട് വരും. ഇത് എനിക്കൊന്നും ഒരു അൾട്രാ മോഡേൺ ലെവലിലേക്ക് ഇതിൻ്റെ പാറ്റേൺ പറയും. എന്ത് തരം പാറ്റേൺ? അത് മൊറോക്കൻ ആണോ അതോ അറബിക്കാണോ? എന്ത് ടൈപ്പാണ് നിങ്ങൾ? ഇത് പാരാമെട്രിക് ഡിസൈൻ എന്ന് ശരിക്കും ആർക്കിടെക്ചറിനെ പറയാം. പാരാമെട്രിക് നമുക്ക് അത് ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും അത് ചെയ്തുകൊണ്ടുപോകാം. പിന്നെ ഇവിടുത്തെ ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ ടാസ്ക് എന്ന് പറയുന്നത് ഇതിനെ കോമ്പറ്റീറ്റ് ആയിട്ടുള്ള വർക്ക്മാൻഷിപ്പ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് ഫിറോസ് തന്നെ നല്ലൊരു ഗൾഫിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള, നല്ല ഇതിനെക്കുറിച്ച് നോളജുള്ള, പിന്നെ ഷോപ്പ് ഡ്രോയിങ് ഒക്കെ ഉണ്ടാകാൻ കഴിയുന്ന ഒരു നല്ലൊരാളെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ? ഓക്കെ. അങ്ങനെ അലിഫ് വന്ന് ഇങ്ങനെ കെർവായിട്ട് ഇങ്ങനെ പോവാണ്. ഇത് ഞങ്ങൾ മേലെ ഡ്രോണിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു വേറൊരു ലെറ്റർ പോലെ തോന്നുന്നു, ഒരു സ്പെഷ്യൽ അറബിക് ലെറ്റർ കെർവ് ചെയ്തെടുത്ത പോലെ. അങ്ങനെ ഒരു മീനിങ് ഇല്ല അല്ലേ ഇതിന്? മീനിങ് ഉണ്ട്, അലിഫും ഉണ്ട്. ഇതിന് ഒരു കർവേച്ചർ. അങ്ങനെ ബാക്കി നമുക്ക് അതിനൊരു സാഹചര്യം നമ്മുടെ പ്ലാനിങ് അനുസരിച്ചിട്ട് ഒരു കണക്ഷൻ ആണ്. ഇവിടെ അബ്ലൂഷൻ ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തു അല്ലേ? നല്ലൊരു ഗാർഡൻ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ സ്റ്റോണിന്റെ ഒരു പേവിങ്സ് കൊടുത്തു. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന കോളംസ് ഒക്കെ എക്സ്പോസ്ഡ് ആണ്, നാച്ചുറൽ കോൺക്രീറ്റ് ആണ്. അതുപോലെ സീലിംഗും എക്സ്പോസ്ഡ് സീലിംഗ് തന്നെയാണ്. ആ കോൺക്രീറ്റ് എന്താണോ ചെയ്തത് അതേപോലെ തന്നെ കീപ്പ് ചെയ്തത്. അത് ആദ്യമാണ് പ്ലാൻഡ് ആണ്. അങ്ങനെ തന്നെ വുഡ് റഫായി വുഡ് കട്ട് ചെയ്തിട്ടാണ് കൺസ്ട്രക്ഷൻ അങ്ങനെ ചെയ്തെടുത്തത്. നീറ്റ്. അതും നല്ലൊരു കോൺട്രാക്ടർ നമുക്ക് ഇവരുടെ സൈഡിൽ നിന്ന് കിട്ടി. അവരാണ് അതിൻ്റെ വർക്ക് എടുത്തത്. നല്ല നീറ്റ് വർക്കായിരുന്നു.
ഇനി നേരെ നമുക്ക് ചെരുപ്പുകളൊക്കെ അയച്ചു വെക്കാനുള്ള ഒരു ഏരിയ പോലെ ചെരുപ്പ് വെച്ച് വെക്കാനുള്ള ഏരിയ അത്. ഇത് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. നാച്ചുറൽ സ്റ്റോൺ. ഇവിടെ നമുക്ക് ഇടയ്ക്കൊരു റൗണ്ട് ഡിസൈനൊക്കെ കാണുന്നുണ്ട്. അത് നമുക്ക് പിന്നെ വെന്റിലേഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ്. അവിടെ നമുക്ക് പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ചും വർക്കിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, ബാക്കിയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് അബ്ലൂഷൻ ടോയ്ലറ്റ്സ് ആ ഒരു സൈഡിലേക്ക് വരും അല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെരുപ്പ് ഊരി നടക്കേണ്ട സ്ഥലമായിരുന്നു. ഇവിടുന്ന് കാലുകൈ അബ്ലൂഷൻ എടുത്ത് നമുക്ക് ഇഷ്ടം പോലെ അതിന് സ്പേസ് ഉണ്ട് നടന്നു പോകാൻ. കാർപ്പറ്റിലേക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊന്നും എത്തൂല. പിന്നെ ഇവിടെ നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഡ്രൈ ആയിരിക്കും. നിൽക്കുന്ന പ്രശ്നമില്ല. ഇല്ലേ അല്ലേ. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഗ്ലാസ് കൊണ്ട് ഒരു സെപ്പറേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൈവസി. അത് അപ്പുറത്ത് ലേഡീസ് ഏരിയ ഉണ്ട്. ലേഡീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സെപ്പറേഷൻ ഏരിയ. ഇതേ ഫെസിലിറ്റീസ് ഒക്കെ ലേഡീസിനും ഉണ്ട്. അപ്പുറത്തുണ്ട്. ഇതുപോലെ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ ഇതിന് അക്കോമഡേഷൻ എത്ര ആളെ ഉൾക്കൊള്ളുന്നൊക്കെ നിങ്ങളൊരു ലേഔട്ടിൽ ഉണ്ടാവുമല്ലോ? ലേഔട്ടുണ്ടാവും. ഞങ്ങൾ പിന്നെ ഇവർക്ക് ടോട്ടലി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആയിട്ട് ജെൻസിനും ലേഡീസും ആയിട്ട് ടോട്ടൽ 250 ആളാണ് നമ്മൾ കണക്കാക്കിയത്. 250. ഓക്കെ. ഇവിടെ ഒരു 300-350 ആൾക്കാർ വരെ ഇപ്പോൾ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് വരുന്നുണ്ടല്ലോ ആൾക്കാർ. ഇപ്പോൾ നല്ലൊരു വരാന്ത ഒരു റൗണ്ട് ഷേപ്പിലാണ് ക്രിയേറ്റ് അല്ലേ, മേലത്തെ ഡിസൈനിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഡിസൈന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷേപ്പ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ സാധാരണ നമ്മൾ അറബിക് മസ്ജിദിനൊക്കെ കാണുന്ന പോലെ ഗ്രാൻഡ് എൻട്രൻസ് അല്ലേ, 3 ഡോർ വരുന്ന രീതിയിൽ എൻട്രൻസ്. ഇതിൽ കാലിഗ്രഫി നമ്മളിപ്പോൾ മഷ്റബി അല്ലെങ്കിൽ പാറ്റേൺസ് ആ ഒരു ഐഡിയ തന്നെ ഇതിനകത്തും കൊണ്ടുപോകുന്നത്. ഇത് ഫുൾ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് വുഡല്ല, അതേ ബോർഡ് തന്നെയാണ് ഉപയോഗിച്ചത്. അതിന്റെ ഡിസൈനിന്റെ സിമെട്രി സ്മോൾ ഡിസൈൻ ആണ് മാത്രം ഇവിടെ വന്നു അല്ലേ. ഓക്കെ, നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. വലിയ ഗ്രാൻഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കാർപ്പറ്റ്സ് ഒക്കെ ഒരു പ്രീമിയം ലുക്കിൽ തന്നെ സെറ്റ് ചെയ്തു അല്ലേ. ഇതിന്റെ കളർ സ്കീമിന് മാച്ച് ചെയ്ത കാർപ്പറ്റാണ്. കാർപ്പറ്റ് തുർക്കിന്ന് കൊണ്ടുവന്നത്. ആഹാ, ഓക്കെ. അപ്പോൾ ഒരു തുർക്കിഷ് ടച്ച് ഉണ്ട് ഇതിന്. ഇത് സ്റ്റോൺ ആണ്, നാച്ചുറൽ സ്റ്റോൺ മാർബിളിന്റെ ഒരു നാച്ചുറൽ സ്റ്റോൺ ആണ്. ഒരു ഓറഞ്ച് കളർ വരുന്നത് അല്ലേ. ഒരു നല്ല മാച്ച് വരുന്നു. അകത്ത് കയറിയാലോ. വലിയൊരു പള്ളിയാകുമ്പോൾ ഇതാ ഇതുപോലെ ഒരു ഏരിയ വേണം, ഒരു ഗ്രാൻഡ് വ്യൂ കിട്ടുന്ന രീതിയിൽ. സീലിംഗിൽ POP സീലിംഗ് അല്ലെങ്കിൽ ജിപ്സം സീലിംഗ് തന്നെ കളർ. ജിപ്സം സീലിംഗ് ആണ്, അത് സിമെന്റ് ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. സിമെന്റ് തന്നെയാണ് അല്ലേ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കളർ സ്കീം എപ്പോഴും പള്ളിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഇട്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റിംഗ് കൊടുത്തത്. എപ്പോഴും കാണുമ്പോഴും ലൈറ്റിംഗ് ഉണ്ടാവും, ഡേ ലൈറ്റിലും ഉണ്ടാവും. സിറാബാണെങ്കിലും ഒക്കെ ഒരു മോഡേൺ സ്റ്റൈലിലേക്ക് എല്ലാം കൊണ്ടുവന്നു അല്ലേ. അറബിക് കാലിഗ്രഫി ഒക്കെ അവർ മാച്ച് ചെയ്തു. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മിഹ്റാബ്, മിമ്പർ ഇതൊക്കെ സെയിം സ്റ്റോണുകൾ തന്നെ യൂസ് ചെയ്തല്ലേ. ഒരു കൂൾ എഫക്റ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡേൺ മസ്ജിദ്. സീലിംഗിൽ ലൈറ്റ് ആവശ്യത്തിന് ഡിസൈനിലുണ്ട്, ആവശ്യത്തിന് ലൈറ്റുകളുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണല്ലോ. സീലിംഗിന് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇവിടെ പ്രെയർ ഏരിയ ഹാങ് ലൈറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കിട്ടിയില്ല, ചൈന ഓർഡർ ചെയ്താണ്. സ്പെഷ്യൽ ലൈറ്റ് ആയിരിക്കും, അതുവരെ കിട്ടിയിട്ടില്ല. ചൈനയുടെ വാറിന്റെ പ്രശ്നം കൊണ്ട്. അതെ അതെ. ഇപ്പൊ ഇതിന് കൊടുത്തിരിക്കുന്ന ഡിഫറെന്റ് ആ സെയിം പാറ്റേൺ തന്നെ ഡിഫറെന്റ് ഷേപ്പ് കൊടുത്തു. തന്നെയാണ് സ്റ്റെയർ കേസ് ഹാൻഡ്രൈറ്റും വരുന്നത്. ഓക്കെ. അപ്പോൾ ലേഡീസിനുള്ള ഏരിയ അപ്പുറത്തായിട്ട് മേലെയാണോ? സൈഡിലാണ്. ഇതൊരു ബാൽക്കണി പോലെ തന്നെ ഇവിടെ ഉണ്ടാവും. ബാൽക്കണി ആയിട്ട് ജെൻസിന് ഉപയോഗിക്കാനുള്ള ഏരിയ ഉണ്ട് അല്ലേ. നമ്മുടെ കൂടെ പള്ളി കമ്മിറ്റിക്കാരൻ എന്ന് പറയാല്ലേ, മുഹമ്മദ് കുട്ടിക്കുള്ളത്. ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുമ്പോ സാധാരണ എല്ലാവർക്കും നമ്മളെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എങ്ങനെ അവര് പറഞ്ഞ് അല്ല അങ്ങനത്തെ പ്രശ്നമില്ല. തുടക്കത്തിൽ ചെറിയ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാക്കാത്ത ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ചെറിയ വ്യക്തമായപ്പോൾ ആളുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പം ഭയങ്കരമായിട്ട് നല്ല ഡെവലപ്പൊക്കെയാണ്. പള്ളിയിലെ ആൾക്കാർ കൊള്ളാത്തൊരു അവസ്ഥ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ട് ആളുകളുണ്ട്. ഇപ്പൊ നോമ്പൊക്കെ ആയപ്പോൾ കൃത്യമായിട്ട് തന്നെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എക്സ്റ്റൻഷൻ ഇപ്പൊ ആലോചിച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ ആളുകളെ കുറച്ചുകൂടി കൂട്ടാൻ, ചെറിയൊരു പണികളിൽ കൂടിയൊക്കെ കുറച്ചുകൂടി ആളുകളൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതുപോലുള്ള പള്ളി ഞാൻ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല. കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ ഒരു പുതിയ കൺസെപ്റ്റാണ്. തുടക്കത്തിലൊക്കെ നമ്മൾ എന്തായത് അതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് കാണാം, പണി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ നിങ്ങളെ അഭിപ്രായം പറയില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളത് അടഞ്ഞു നിർത്തലായിരുന്നു. നാട് നല്ല ലോകം പറയുന്നുണ്ട് ഈ പള്ളിനെ കുറിച്ച്. അപ്പോ ഒരുപാട് നന്ദി. ഞങ്ങൾ പള്ളി രാവിലെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും ഇതെല്ലാം അറിയിക്കാനും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. ഓക്കെ.